ഗായ്സ്, അപ്പോൾ ഞാൻ കുറേ ആയ ഒരു ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. പിന്നെ ഏതായാലും തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു ഗ്ലാസ് കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് അനിയത്തിയും ഉപ്പയൊക്കെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഉമ്മയും മാത്രമേ ഉണ്ടായില്ലോ കേട്ടോ. അപ്പോൾ പിള്ളേർ കുറച്ച് സാധനം ആടിയിടില്ലായിട്ട് എടുത്ത് വെച്ചിനെ. ഫസ്റ്റ് അതന്നെ എല്ലാം പെറുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് ഞാൻ ഒരു വിത്തൗട്ട് ബത്തക്കവെള്ളം ഉണ്ടാക്കിയിട്ട് പുറത്ത് പോയിരുന്നിട്ട് അങ്ങനെ കുടിക്കുകയും ചെയ്തിട്ടുണ്ടായത്. രാവിലെ ഒരു 10 മണിയൊക്കെ ആയതിനു ശേഷം പുറത്തൊന്നും പോയിരിക്കാൻ വരെ കഴിയൂല, കാരണം അത്രക്ക് ചൂടാണ് കേട്ടോ. പിന്നെ വേഗം ഉള്ളിലേക്ക് തന്നെ വന്നിട്ടുണ്ടായത്. പിന്നെ ഞാൻ നാസ്ത കഴിക്കുകയും ചെയ്തിട്ടുണ്ടായത്. ഇന്ന് ഞാൻ ഒരു അരക്കഷ്ണം ദോശയും പിന്നെ പരിപ്പും മുരിങ്ങാക്കോൽ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇരുന്ന് എടുത്തിട്ടുണ്ടായത്. പിന്നെ ലഞ്ചിന്റെ സമയം ആയപ്പോഴത്തേക്ക് കച്ച് കഴിച്ചിട്ടുണ്ടായിനെ. അപ്പോൾ കുറച്ച് ലൊട്ടിയും അതേപോലെ കച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിനെ. അപ്പോൾ ഇത് ഞാനെല്ലാം കേൾക്കാം. ഇതൊന്ന് കുറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ അനിയത്തേക്ക് പിസ്ക്കുകയും ചെയ്തിട്ടുണ്ടായത്. രാവിലെ തന്നെ മോൾ അംഗൻവാടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും വിചാരിച്ചത് എന്നാൽ പിന്നെ ഇതൊരു ലോങ് വീഡിയോ ആക്കി മാറ്റാന്ന്. കുറച്ച് സമയം ഞാൻ വെറുതെ കിടക്കുകയും ചെയ്യും. ഇത് വിമ്മൊന്നല്ല കേട്ടോ, ഇത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. എൻ്റെ തൽക്കാകെ 2, 3, 5 മുടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരേ ഒരു സാധനം ഇത് തന്നെയാണ് കേട്ടോ, റോസ്മേരി. നമ്മളിത് നോമ്പിന് മുന്നേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കിനെ. പിന്നെ ഞാൻ കൊണ്ടുപോയി ഒരു കഷ്ണം കേക്ക് അങ്ങ് കേൾക്കാന്ന് വിചാരിച്ചു. ഒരു കേക്ക് കുത്തിയെടുക്കാൻ ഞാൻ പെടുന്ന പെടാപ്പാട് അത് നിങ്ങൾ മനസ്സിലാക്കണം. കുറച്ച് മുന്നേ ഞങ്ങൾക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ സാധനങ്ങൾ ശരീരത്തിൽ കിട്ടിയിട്ടില്ല, വിറ്റാമിൻ എ ബി സി ഡി ഒക്കെ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ആയുർവേദത്തിൻ്റെ മരുന്ന് കേട്ടോ കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇപ്പം അതിന് നല്ല മാറ്റമുണ്ട്. സ്ഥിരമായിട്ട് ഇപ്പോൾ റോസ്മേരി ഓയിലാണ് കേട്ടോ ഉപയോഗിക്കല്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, ഏത് പ്രൊഡക്റ്റ് ഒന്നും വാങ്ങി തേക്കലൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാലും എൻ്റെ മോള് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു വാച്ച് ഊരാൻ ഓള് വരുന്ന പെടാപ്പാടാണത്. ഓക്കറിയില്ലല്ലോ അതിൻ്റെ ആണി മാറ്റിയാലേ അതിന് ഊരി വരുമെന്ന്. പിന്നെ അവൾ അംഗൻവാടിയിൽ നിന്ന് വന്നപാട് അവളെ കുളിച്ച് ഫ്രഷ് ആക്കിയതിന് ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം മിറ്റായി ഒരു കോഫി കുടിച്ചിട്ട്. പിന്നെ ബത്താസ് ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ അതിനൊരു ചമ്മന്തി ഉണ്ടാക്കുകയും പോക്കാനേ. ഉള്ളി പിന്നെ കുറച്ച് പുളിയും പച്ചമുളകും ഉപ്പും വെളിച്ചെണ്ണയും ഇട്ടിട്ടുണ്ടായത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇടട്ടെ, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പം അതിൻ്റെ ആ ഒരു മിക്സ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ബത്താസ് ഉണ്ടായിരുന്നു. ബത്താസിനാണെങ്കിൽ ഒടുക്കത്തെ മധുരേനും കേട്ടോ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് വേണേ. ഈ ഒരു ചമ്മന്തിക്ക് ഈ ഒരു ബത്താസിലാണെങ്കിൽ A മുതൽ Z വരെയിൽ പലവിധ സാധനങ്ങളുണ്ട് എന്നാണ് പറയും. വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കലവറയാന്ന് പറയുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് ഇത് പറ്റുകയും ചെയ്യില്ല. അപ്പം കോഫിയും അതേപോലെ ബത്താസേനും വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായത്. പിന്നെ ഇത് ഞാൻ ബത്താസ് കേൾക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. വെറും ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായേനെ. വൈകുന്നേരത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളിതാ ലോഡർ ഫ്രൈസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇവിടെ പൊരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ മയണൈസ് ഉണ്ടാക്കാനും പോയിട്ടുണ്ടായത്. ഗാർലിക് എടുത്തത് ലേശം കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം വില്ലതേരുന്നേ. പിന്നെ ഒരു മുട്ടക്കും പിന്നെ ഒരു നാരങ്ങക്കും വേണ്ടിയിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് ചെറുനാരങ്ങത്തൊക്കെ ഇങ്ങനെ കൊടുക്കാം. സംഭവം കുറച്ച് പച്ചയാണ്, അതുകൊണ്ട് ഇത് വരുന്നില്ല. ബട്ട് നമ്മൾ മാക്സിമം നോക്കിയാൽ വന്നു. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് നമുക്കിത് അടിച്ചിട്ട് ഒരു നല്ലോണം അടിച്ചത് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ ഓയിൽ അടിച്ച് ബ്ലെൻഡ് ചെയ്തത് നമ്മളെ മയോണൈസ് ഞാനിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ചിക്കനും ഓൾറെഡി കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ചധികം കസൂരി മേത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സോസിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മയോണൈസിൽ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത് കുറച്ച് ഫ്രൈസും അതേപോലെ ചീസും പിന്നെ ഈ ഒരു മയോണൈസിൻ്റെ ഇതും പിന്നെ ചിക്കനാണ് കേട്ടോ. ഇത് തന്നെ വൈറ്റ് സോസ് ഇട്ടിട്ട് ഉണ്ടാക്കലുണ്ട്. അത് എനിക്ക് തീരെ ഇഷ്ടമല്ല. നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കി വെക്കുന്നത്, പക്ഷെ എനിക്ക് അങ്ങോട്ട് അത് സെറ്റ് ആയിട്ടുണ്ടായില്ല. പിന്നെ ഞാനൊരു ബേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആദ്യം നമ്മൾ ആ മയോണൈസും സോസിൻ്റെ മിക്സിയിൽ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ചീസ് വെക്കുക. ചീസ് നിങ്ങൾ മൊസറലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മേലെ കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് വെക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എയർ ഫ്രയറിലേനും ബേക്ക് ചെയ്തിട്ടുണ്ടായത്. ഇത് ഞാനും അനിയത്തിയും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായത്. നമ്മളെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഓളിതാ പ്ലാസ്റ്റിക്കിൽ ഇതേപോലെ പൈപ്പിംഗ് ബാഗൊക്കെ റെഡിമെയ്ഡ് ആക്കിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതായിരുന്നേ. അപ്പോൾ അത് അങ്ങനെ നമ്മളിതാ ഇങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് എയർ ഫ്രയറിൽ വെക്കുക, കുക്ക് ചെയ്തെടുക്കുക. ഞാനിതാ ഒരു 180 ഒരു 5 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് ആകുന്നതിന് മുന്നേ ഞാൻ ഓഫ് ചെയ്തിന് കേട്ടോ, കാരണം
ചീസ് പെട്ടെന്ന് ബേക്കായിട്ടുണ്ടായിരുന്നു. മേലെ ഇതാ ചെറുതായിട്ടൊന്ന് ചീസിൻ്റെ കളറൊക്കെ മാറിയോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചീസൊക്കെ ഇഷ്ടമാകുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഭയങ്കര ടേസ്റ്റാണ് കേൾക്കാൻ വേണ്ടി. ഇത് പുറത്തിറക്കിയത് ഓർമ്മയുണ്ടായിട്ടില്ല, പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങ് കടന്നുറങ്ങുകയും ചെയ്തിട്ടുണ്ടായത്. പിന്നെ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലേശം തണ്ണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചീസ് ബുള്ളൊന്നും എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല. അതായത് അങ്ങനെ കിട്ടുന്നുണ്ടായില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ നാളെ കാണാം.